ഏതായാലും വെയിലുകൊണ്ട് കമ്പിയൊക്കെ നല്ല തിളക്കാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കൂ. ഇന്ന് മാഷാ അല്ലാ കച്ചവടത്തിൻ്റെ തിരക്കിലാണ് ചെന്ന് പെട്ടത്. ചായ കുടിക്കാനൊക്കെ വൈകിയതുകൊണ്ട്. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ കിട്ടിയ മുരിങ്ങൻ്റെ ഇല ഊരിയിട്ട് കറി വെക്കാനുള്ള പരിപാടിയിലാണ് കൂട്ടുകാരന്മാരൊക്കെ. ഏതായാലും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറും മീൻ പൊരിച്ചതൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ അസർ നിസ്കാരത്തിന് ശേഷം കുറച്ച് കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു. സാധനമൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വെയിലിൻ്റെ പവർ മനസ്സിലാവുന്നത്. എന്താ വെയിൽ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മുസ്താബ് സാധനങ്ങളൊക്കെ വെച്ച് സിദ്ദിഖ് എത്തിയിട്ടുണ്ട്. കടയിൽ കയറിയപ്പോൾ തന്നെ മൂപ്പരൊരു വെള്ളമാണ് ചോദിച്ചത്. വെള്ളം കുറച്ച് 10 പൈസയൊക്കെ കൊടുത്ത് ബില്ലൊക്കെ ക്ലിയർ ചെയ്ത് മൂപ്പരെ പിരിച്ചു വിട്ടു. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. കൂട്ടത്തിൽ കാടിറച്ചിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ട് കാട ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട് 50 ദിവസം കഴിഞ്ഞതിൻ്റെ പാർട്ടിയാണ് നടത്തുന്നത്. അപ്പം ഇന്ന് ഏതായാലും കാട ബിരിയാണിയൊക്കെ വെച്ച് പാർട്ടി ഉഷാറാക്കാമെന്ന് വിചാരിച്ചു. കാട പൊരിക്കണതിൻ്റെ ഇടയിലാണ് ഗ്യാസൊക്കെ തീർന്നത്. അപ്പോൾ ഗ്യാസൊക്കെ പോയി മാറ്റി വന്നിട്ട് നേരം 12 മണിയായപ്പോഴത്തേന് ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചു. നമ്മളെ കൂടെയുള്ള കൂട്ടുകാരന്മാരാണ് നമ്മളെ കട്ട സപ്പോർട്ട്. അപ്പം ഓൽക്കൊരു പാർട്ടി കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. ഏതായാലും മാഷാ അല്ലാ ബിരിയാണിയൊക്കെ എല്ലാം സൂപ്പറായിരുന്നു. എല്ലാവർക്കും എല്ലാം സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണ്? ഓക്കെ, ബൈ ബൈ.